Good morning students. അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് BBA ആണ്. BBAയിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്റ്റ് അതാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോ ആണ്. ഓക്കെ, ലോ, കോൺട്രാക്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ലോ? ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാമല്ലോ, മലയാളത്തിൽ ലോ പറഞ്ഞാൽ എന്താ? നിയമം. ഓക്കെ, അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ എന്ന് പറഞ്ഞാൽ ലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ്. ബ്രോഡ്ലി സ്പീക്കിംഗ് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റൂൾസ് ഓഫ് conduct recognized and enforced by the state to control and regulate people's behavior with a view to securing justice. അതായത് ഒന്നുമില്ല, നമുക്കൊക്കെ അറിയുന്ന തന്നെ ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലോ, നമ്മളിപ്പം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ടാവും? ഒരു നിയമം ഉണ്ടാവും അല്ലേ? അത് എന്താ? ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ലോ എന്ന് പറഞ്ഞാൽ. എന്തിന്? പീപ്പിൾസിൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ. ഒരു നിയമം ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു ഇന്ത്യയിൽ ഓരോ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു പാർക്കിങ്ങിലായാലും നമ്മൾ ഡ്രൈവിങ്ങിന് തന്നെ ഒരു ലോ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡ്രൈവിങ്ങിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളത് നിയമത്തിന് അനുസൃതമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് വാട്ട് ഈസ് ലോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആണ്, അതായത് ഓഫ് കണ്ടക്ട് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്നു. എന്തിന്? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് പീപ്പിൾസ് ബിഹേവിയർ വിത്ത് എ വ്യൂ ടു സെക്യൂറിങ് ജസ്റ്റിസ്. നമ്മളെ നീതിപരമായിട്ട് നമ്മൾ പീപ്പിൾസിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലോ എന്താ മനസ്സിലായില്ലേ? അതിൽ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ഓരോരുത്തരെ സാൽമണിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അതേപോലെ വേറൊരാളുടെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഡെഫിനേഷൻ. അങ്ങനെ 2 ഡെഫിനേഷൻസ് ഉണ്ട്. ഒരാളുടെ ഡെഫിനേഷൻ വെച്ചാൽ ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ അതിൽ നമുക്ക് നോക്കുന്നത് മീനിങ് ആൻഡ് സോഴ്സസ് ഓഫ് ബിസിനസ് ലോയിലെ മീനിങ് ആൻഡ് സോഴ്സസ്. ഓക്കെ, അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ബിസിനസ് ലോ ഈസ് പ്രൈമർലി ആൻ അഡാപ്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലോ. ഒരു ഇന്ത്യൻ ബിസിനസ് ലോ, നമ്മൾ ഇന്ത്യയിലൊരു ബിസിനസ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് അഡാപ്ഷൻ ഓഫ് ഇംഗ്ലീഷ് ലോൻ്റെ ഒരു അഡാപ്ഷനാണ് ഇന്ത്യൻ ബിസിനസ് ലോ എന്ന്. ദ ഡിഫറൻസ് ഇന്ത്യൻസ് ആക്ട് ഫോളോസ് എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ് ദ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ വിത്ത് സം റിസർവേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് നെസസിയേറ്റഡ്. അതായത് നമുക്ക് ഒരു 4 ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോവാം. ഫസ്റ്റ് വൺ ആണ് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ. അതായത് അവർ ലോസ് ആർ ബേസ്ഡ് പ്രൈമർലി ഓൺ ദ ഇംഗ്ലീഷ് ലോസ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ ലോ എന്തിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്? ഇംഗ്ലീഷ് ലോനെയാണ്. വിച്ച് ഡെവലപ്ഡ് ത്രൂ കസ്റ്റംസ് ആൻഡ് യൂസേജ് ഓഫ് മെർച്ചൻസ് ഓർ ട്രേഡേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. The most important part of mercantile law, namely the law of contracts, is still a part of common law in England. Okay, രണ്ടാമത്തത് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ എന്ന് പറഞ്ഞാൽ ദ ആക്ട് പാസ്ഡ് ബൈ ദ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ഇന്ത്യൻ ബിസിനസ് ലോൻ്റെ എന്താ പറയുക, മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലെജിസ്ലേച്ചർ ആണ് അത് പാസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. അങ്ങനെ ഓരോ ആക്ട് അതിൻ്റെ ഇയറും ഉണ്ട്. ഒക്കെ കറക്റ്റ് നോക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. മൂന്നാമത്തതാണ് ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ കേസ് ലോ. അതായത് പാസ്റ്റ് ജുഡീഷ്യൽ ഡിസിഷൻസ് ഓഫ് കോർട്ട് ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ലോ. ദേ ആർ ജനറലി ഫോളോഡ് ബൈ ദ കോർട്ട്സ് വൈൽ ഡിസൈഡിങ് സിമിലർ കേസസ് ബിഫോർ ദം. The past decisions have pursuing and guiding value. അതായത് ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ടിൻ്റെതാണ്. ഓക്കെ, കോർട്ട് ലോ ആണ്. നമ്മൾ മുന്നേ നടന്നൊരു കാര്യത്തിൻ്റെ മുകളിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ ഡിസിഷൻസ് ഇൻ ഇംഗ്ലീഷ് കോർട്ട് ആർ ഓൾസോ ഫ്രീക്വൻ്റ്ലി റെഫർ ടു ആസ് എ precedents in deciding various cases and for interpreting the Indian statutes. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലോ ആണ്. Then fourth one എന്താ? Customs and usages. The customs and usages of particular trade are yet another important source of Indian mercantile law.
ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോയിൽ ഒരു വേറൊരു ഫീച്ചറാണ് എന്ത് കസ്റ്റംസ് ആൻഡ് യൂസേജ് എന്ന് പറയുന്നത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ ഡീലിങ്സ് ബിറ്റ്വീൻ ദ മെർക്കൻറ്റൈൽസ് ആൻഡ് ട്രേഡ്. മർച്ചൻസും ട്രേഡിനെയും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക റോളാണ് ഈ കസ്റ്റംസ് ആൻഡ് യൂസേജസ് ലോ എന്ന് പറഞ്ഞാൽ. കസ്റ്റംസ് ആൻഡ് യൂസേജസ് മെർച്ചൻസും ട്രേഡേഴ്സിനെയും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ലോ ആണ് നമുക്കുള്ളത്. മെയിൻ സോഴ്സസ് ഓഫ് ബിസിനസ് ലോ ഇന്ത്യയിൽ 4 ബിസിനസ് ലോൻ്റെ മെയിൻ സോഴ്സസ് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഓക്കെ, 4 മെയിൻ സോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ. ഓക്കെ, ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോൻ്റെ ഫോളോ ചെയ്തിട്ടാണ് ഇന്ത്യൻ ലോ ഫോളോ ചെയ്യുന്നത്. 2 ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, 3 ജുഡീഷ്യൽ ഡിസിഷൻസ്, 4 കസ്റ്റംസ് ആൻഡ് യൂസേജസ്. ഓക്കെ, അപ്പോൾ അതാണ് ലോ. ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആരാണ് സ്റ്റേറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ പീപ്പിൾസ് ബിഹേവിയർ. ഓക്കെ, പിന്നെ അതിൽ മെയിൻ സോഴ്സസ് ആണ് നമ്മൾ 4 സോഴ്സസ് നോക്കി. ഇനി നമ്മൾ വാട്ട് ഈസ് കോൺട്രാക്ട്. കോൺട്രാക്ട് എന്താണെന്നാണ് നോക്കുന്നത്. വാട്ട് ഈസ് കോൺട്രാക്ട്? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട്. കോൺട്രാക്ട് എപ്പോഴും സൈൻ ചെയ്യുക ഒരാളാണോ? അല്ല, 2 ആൾക്കാരുണ്ടാവും. 2 ആൾക്കാരും കൂടി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ 2 ആളും കൂടി സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആക്ട് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്റ്റ്. നോർമലി അറിയില്ലല്ലോ കോൺട്രാക്ട് എന്നൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ദെൻ എഗ്രിമെൻ്റ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ബൈ ദ അതർ. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓഫർ കൊടുക്കുകയാണ്. ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്. അത് മറ്റേ ആളത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്രിമെൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഫർ ഒരാൾ കൊടുക്കുന്നു, അയാളത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അല്ലേ, ഞാനിപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കൊരാളൊരു ഓഫർ തരുന്നു, ആ ഓഫർ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുള്ളൂ. അതാണ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. ദെൻ നമുക്ക് നോക്കാം എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. കോൺട്രാക്റ്റിലാണെങ്കിലോ എഗ്രിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് എൻഫോഴ്സബിലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്റ്റ്. അഗ്രിമെൻറ്റിൽ ഒരു ഓഫറും ഒരു അക്സെപ്റ്റൻസും ഉണ്ടായിരിക്കും. കോൺട്രാക്റ്റിൽ എങ്ങനെയായിരിക്കും? ആ എഗ്രിമെൻറ്റിൻ്റെ എന്താ പറയുക എൻഫോഴ്സബിലിറ്റീനെ, ആ എഗ്രിമെൻറ്റിൻ്റെ മുകളിലുള്ള എൻഫോഴ്സബിലിറ്റീനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആൻ ലീഗൽ ഒബ്ലിഗേഷൻ, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടാവും. പക്ഷെ വേറെ കോൺട്രാക്റ്റിൽ എന്താ? നെസസറി ആയിരിക്കും ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, എഗ്രിമെൻറ്റിൽ മെ നോട്ട് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ. അവിടെ ലീഗൽ ഒബ്ലിഗേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണമെങ്കിൽ ഓഫർ സ്വീകരിക്കാതിരിക്കാം. പക്ഷേ കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ മസ്റ്റ് ആയിട്ടും ഉണ്ടാവും. പിന്നെ എവറി എഗ്രിമെൻറ്റ് മെ നോട്ട് ബി എ കോൺട്രാക്റ്റ്. എല്ലാ എഗ്രിമെൻറ്റും എന്തല്ല? ഒരു കോൺട്രാക്റ്റ് അല്ല. പക്ഷേ എല്ലാ കോൺട്രാക്ട്സും എന്തായിരിക്കും? ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ എഗ്രിമെൻറ്റിൻ്റെ എൻഫോഴ്സബിലിറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഒരു കോൺട്രാക്റ്റ് ആയിരിക്കില്ല. എഗ്രിമെൻറ്റ് ഈസ് നോട്ട് എ കൺക്ലൂഡഡ് ഓർ എ ബൈൻഡിങ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് കൺക്ലൂഡഡ് ആൻഡ് ബൈൻഡിങ് ഓഫ് ദ കൺസേൺഡ് പാർട്ടീസ്. ഓക്കെ, അത്രയും ഡിഫറൻസസ് ആണ് എന്തുള്ളത്? എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്ട്സിനെ നമുക്ക് കുറച്ചായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ്റെ ബേസിസിൽ നമുക്ക്, അതേപോലെ എക്സിക്യൂഷൻ്റെ ബേസിസിലും ക്രിയേഷൻ്റെ ബേസിസിലും രണ്ടായിട്ട് നമുക്ക് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ക്രിയേഷൻ്റെ ബേസിസിൽ എങ്ങനെയാണ്? എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആയിട്ട് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
എക്സ്പ്രസ് കോൺട്രാക്ട് ഈസ് വൺ വേർ ദ ടേംസ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ഇൻ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ എന്താണോ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അത് ക്ലിയർലി നമ്മൾ എന്ത് ചെയ്യും, പറയും, അതുപോലെ എഴുതിയിട്ടും ഉണ്ടാവും. ഓക്കെ, അതിനാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ കോൺട്രാക്ട് മേ ബി ക്രിയേറ്റഡ് ബൈ ദ കണ്ടക്ട് ഓർ ആക്ട് ഓഫ് എ പാർട്ടീസ് ആൻഡ് നോട്ട് ബൈ ദർ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് ഒരു വേർഡ്സിലോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിലോ എഴുതിയിട്ടുണ്ടാവില്ല ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്.